Hallelujah. Praise God. Hallelujah. Praise the Lord. സന്തോഷത്തോടെ Hallelujah. Praise God. ക്രിസ്തയേശുവിന്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യായാമത്തില് വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the blessed name of our Lord Jesus Christ be glorified this evening. സന്തോഷമുള്ള മുഖത്തോടെ സന്തോഷവാനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ആകർഷിച്ച ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I greatly thank God for his faithfulness with great happiness to come before him this evening. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾ ഏതായാലും സിസ്റ്റർ അഞ്ജലിയുടെ സാക്ഷ്യം കേട്ടിട്ട് മടങ്ങിപ്പോവാൻ മാത്രം വന്നതല്ല, എൻ്റെ ദൈവം എന്നെ ഒന്ന് തൊടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു വന്ന വ്യക്തികളാണെന്ന്. I know that you are just not here to listen to the testimony of Sister Angeli Paul, but that God needs to touch me tonight before I leave. അങ്ങനെ ആഗ്രഹവുമായി വന്ന മനുഷ്യ വ്യക്തികളെ എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. തൊടാതെ ആ മക്കളെ കർത്താവ് പറഞ്ഞു വിടുകയുമില്ല. God has seen these souls and these wishes, and God will surely touch you this evening. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ സഭയെ നയിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട പാസ്റ്റർ, മറ്റ് ഇവിടെ ദേവദാസന്മാരെ കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ, സഭാ മക്കൾ, ദൂരത്തും ചാരത്തുമായിട്ട് ഇവിടെ വചനം കേൾക്കുവാൻ വേണ്ടി കടന്നു വന്ന ഏവർക്കും ക്രിസ്തയേശുവിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. Our main pastors, our guests who are gathered here, believers, brothers, sisters, I greet you all in the name of our Lord and Savior Jesus Christ. Hallelujah. Hallelujah. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു സാക്ഷ്യത്തിലേക്ക് കയറുന്നത് ശരിയല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം എന്നെ തൊട്ടത് വചനമാ. ആ വചനം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എടുത്തു കാണിച്ചിട്ട് കർത്താവ് തരുന്ന ആലോചന ഏറ്റെടുത്തിട്ട് സാക്ഷ്യത്തിലേക്ക് നമുക്ക് കടക്കാം. Before the presence of God, it is not right to go directly into the testimony. Therefore, it is the word that touched me. Therefore, I would like to touch from the word to you. എല്ലാവർക്കും സന്തോഷമല്ലേ? Everyone's happy tonight. Hallelujah. Hallelujah. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 126 വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. Psalms 119 verses 126. Please someone read. Yes, അത്രമാത്രം മതി. God, this is the time for you to perform. കർത്താവിന്റെ വചനം നാം ഇവിടെ വായിച്ചു കേട്ടു. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. What we have read here is, God, this is your time to take action. ഇതിലൂടെ നമുക്കൊരു കാര്യം വ്യക്തമാ, ദൈവത്തിനൊരു സമയമുണ്ട്, പക്ഷേ അത് നമ്മുടെ സമയത്തിനൊത്തവണ്ണമല്ല. This is one thing that we can understand from this word of God, is that there is a time for God and it is not the same as our time. മനുഷ്യന് പ്രവർത്തിപ്പാൻ ഒരു സമയമുള്ളതുപോലെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിനും പ്രവർത്തിപ്പാൻ ഒരു സമയം ഉണ്ട്. Just like man has a time for doing things, God has a time and purpose to do great things. മനുഷ്യന്റെ ഒരു നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ സമയത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തിലേക്ക് ഈ ഉന്നതത്തിൽ ഇരിക്കുന്ന ദൈവത്തെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരണമെന്ന്. What man wants is such that God needs to align or parallel themselves or himself with the time of man. എന്നാൽ ദൈവത്തിന്റെ സമയത്തെ തിരിച്ചറിയുവാനോ അവന്റെ കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാനോ നമ്മൾ ആരും തയ്യാറല്ല. But at most times we do not wait to understand the time of God. അതുകൊണ്ടാണ് സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? And this is the time of the transfiguration, when the disciples ask the Lord, do you make this known to Israel? അവൻ അവരോട് ഇപ്രകാരം പറയുവാനായിട്ടിടയായി, പിതാവ് സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. And this is what he replied to them, is that what is under the authority of time or matter is not being known to man. Hallelujah. Hallelujah. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയത്തല്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമയത്തല്ല, പിന്നെയോ പിതാവ് അധികാരത്തിൽ വെച്ചിട്ടുള്ള സമയത്ത് പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. What that means is that we call upon the name of the Lord who has his own time to come down and do purpose. Hallelujah. Hallelujah. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായം 8 കർത്താവിന്റെ സമയത്തെക്കുറിച്ച് പത്രോസ് ഒരു കാര്യം പറയുന്നത്. And this is why in 2 Peter chapter 3 verses 8 Peter talks about the time of God. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. Therefore, dear brothers, to God 1 day is like 1,000 years, 1,000 years is like 1 year. Please do not forget this. ചിലർ താമസമെന്ന് വിചാരിച്ചു
like many people think that God is going to wait. God does not wait to make his promises fulfilled. നമ്മൾ പറയും ലേറ്റ് ആയി പോയി. We might say God is late. ഹല്ലേലൂയ. Hallelujah. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തില് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയും നമുക്ക് ലേറ്റ് ആയി പോയത് എന്റെ കർത്താവ് ലേറ്റ് ആകുന്നവനല്ല, അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന വിശ്വസ്തനാണ്. But let me tell you from my own experience, my own testimony, that God never is late. It is we who are late. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ സമയത്തിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് നടന്നു നീങ്ങുവാൻ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. This day and age, God is teaching us to come to his time. അതുകൊണ്ട് പ്രിയ മക്കളെ, ഇനി നമ്മുടെ സമയത്തിലേക്കല്ല, നമുക്ക് കർത്താവിന്റെ സമയത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. Therefore, not according to our time, but let us go into the time of God. ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെ മനുഷ്യ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അവൻ ഒന്നിനും സമയമില്ലാത്ത ഒരു കാലഘട്ടമാണ്. If you look into the world, if you look into the lives of men, he does not have time for anything. ഒരു ദിവസത്തില് 1-2 മണിക്കൂർ കൂടി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു ജോലി കൂടെ ചെയ്തു തീർക്കാമെന്ന് വിചാരിക്കുന്നവനാ മനുഷ്യൻ. Many people think that if they had more 1 or 2 more hours more in a day, they would do another duty just so that. ഇപ്പോഴത്തെ തലമുറ അതിന് ഫാസ്റ്റ് ലൈഫ് എന്ന് പറയും. And this youth, the youngsters are very in a moving, fast moving world. എന്നാൽ ഞാൻ തീർച്ചയായിട്ടും പറയും അടുത്ത തലമുറ വരുമ്പോൾ അത് സൂപ്പർ ഫാസ്റ്റ് ലൈഫ് ആവും. But the next generation after that will be super fast. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവവചനം അനുഷ്ഠിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ദൈവമക്കളെ, ഒന്നോർത്തു കൊള്ളുക, നീ നിന്റെ കാര്യത്തിനു വേണ്ടി ഈ ലോകത്തിൽ നെട്ടോട്ടം ഓടുമ്പോഴും എന്റെ സ്വർഗ്ഗസ്ഥ പിതാവിന് പ്രവർത്തിപ്പാൻ ഒരു സമയം ഉണ്ട്. But dear children of God, let me remind you this evening is that when you run in this fastness of the world, there is a time and purpose and a plan that God has placed in this world for you. ആ സമയത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നവരെയാ ദൈവം ഈ കാലഘട്ടങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. Who waits upon the time of the Lord is what God is looking for these days. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ സമയത്തിനു വേണ്ടി എത്ര പേർ കാത്തിരിക്കാൻ തയ്യാറാ? How many are ready to wait for the time of God? ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ അന്നേരം കിട്ടണം. And if you ask God something, that moment itself you need it. പിടിവാശിക്കാരാ, നല്ല സ്വഭാവമാ. And it is such a good habit that we have. പക്ഷെ കർത്താവിന് തരാൻ ഒരു സമയമുണ്ടെന്ന് ഓർത്തോണം. But remember that God has a time to give you. ഹല്ലേലൂയ. Hallelujah. ഞാൻ പഴയ നിയമ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 5-ാം വാക്യം എന്ന് പറഞ്ഞാൽ ആ സംഭവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജോസഫ് കണ്ട ദർശനത്തെ കുറിച്ച് അവിടെ പറയുന്നത്. And in the book of Genesis, when we come to the Old Testament, we see about Joseph seeing a vision. ഒന്നാമതായിട്ട് ജോസഫ് വയലില് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഇപ്രകാരം കാണുവാനായിട്ട് ഇടയായി. തന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നതും ബാക്കി കറ്റുകളൊക്കെ തന്നെ നമസ്കരിക്കുന്നതായിട്ട് കാണുവാനിടയായി. And this is the vision that Joseph saw, that when he was gathering wheat in the field, the other wheats are bowing down before the wheat that is standing up, that it was his. അവന് ഒട്ടും താമസിക്കാതെ ഏറ്റവും സ്നേഹിക്കുന്ന സഹോദരന്മാരോട് അത് തുറന്നു പറയുവാനായിട്ട് ഇടയായി. And he suddenly goes to his brothers and shares this vision with them. അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അവർ പെട്ടെന്ന് ചോദിച്ചു, നീ ഞങ്ങളുടെ രാജാവാകുമെന്നോ? And when he shared it with them, they couldn't accept it. They said, do you think that you are going to be our king? നീ ഞങ്ങളുടെ മേൽ വാഴുമെന്നോ? You think that you will reign over us? പ്രിയ മക്കളെ, സ്വപ്നം തീർന്നില്ല. വീണ്ടും രണ്ടാമതൊരു സ്വപ്നം കൂടി. അതായത് ആദ്യം കണ്ടത് നിവർത്തിച്ചില്ല, വീണ്ടും രണ്ടാമത് അതേ വിഷയത്തെ കുറിച്ച് രണ്ടാമതും ഒരു ദർശനം കാണുകയാണ്. Dear children of God, the vision does not end there. There's a second vision that he sees, and it goes on from there. എന്താണെന്ന് ചോദിച്ചാൽ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന അവൻ കണ്ടത്. What he saw was sun, moon, and 11 stars who were worshiping him. വീണ്ടും ഈ ദർശനം സഹോദരന്മാർ അടുക്കൽ പറഞ്ഞപ്പോൾ അവർ അത്രയും ദുഷിച്ചത് പോരാ, വീണ്ടും ദുഷിക്കുവാനും പഴിക്കുവാനും നിന്ദിക്കുവാനും തുടങ്ങി. Again he shared this with his brother and his next of kin, and not just that he got ridiculed the first time, he got ridiculed more again. ആദ്യം സ്വപ്നം കണ്ടു, എന്റെ ദൈവം പ്രവർത്തിച്ചില്ല. And first he saw the vision, my God did not act. സഹോദരന്മാർ ദുഷിച്ചത് മാത്രം ബാക്കി. And just he got the reputation from his brothers, just that. രണ്ടാമതും സ്വപ്നം കണ്ടു, എന്റെ ദൈവം പ്രവർത്തിച്ചില്ല. Second time he saw the dream, yet nothing happened. സഹോദരന്മാർ കൂടുതൽ ശത്രുക്കളായി, അന്നേരവും എന്റെ ദൈവം പ്രവർത്തിച്ചില്ല. His brothers turned into enemies before him, but God did not perform. നാം ഈ കാലഘട്ടങ്ങളില് ഒത്തിരി പ്രവചനങ്ങളും ദൂതുകളും ഒക്കെ കേൾക്കുന്നവരാ. In this day and age we hear a lot of things. നാം ഒത്തിരി സ്വപ്നം കാണുന്നവരാ. We see a lot of visions and dreams. അത് അടുത്ത ദിവസം
ദൈവം നിവർത്തിച്ചൊന്ന് കാണാൻ വേണ്ടി നാം ആഗ്രഹിച്ചിരിക്കുന്നവരാ. We want to see that it become fulfilled in the coming ഈ days. പാവം പിടിച്ച ജോസഫും ആഗ്രഹിച്ചു കാണത്തില്ലേ? And this Joseph, what would he have thought? പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണത്തില്ല. But we did not see God is performing for him at that time. എന്നാൽ ഓരോ നിമിഷവും ജോസഫ് ചിന്തിച്ചു കാണും, കർത്താവേ നീ എപ്പോഴാ പ്രവർത്തിക്കുന്നേ? It could be that Joseph was thinking, Lord, when are you going to perform? എന്നാൽ നമുക്കിവിടെ ഒരു കാര്യം കാണാം, ഈ ജോസഫിനെ എന്റെ ദൈവത്തിന്റെ സമയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. But we see that God takes Joseph into his own time. അടുത്തതായിട്ട് ജോസഫിനെ ഈ സഹോദരന്മാർ മുറിവേൽപ്പിച്ച് മരുഭൂമിയിലെ ഒരു പൊട്ടക്കിണറ്റിൽ ഇടുന്നതായിട്ട് നമുക്ക് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. Next in the word of God, you see that his brothers threw him into an empty well. ഇത് കാണുന്ന കർത്താവ് അന്നേരവും ദൂതനെ അയച്ച് ജോസഫിനെ വിടുവിക്കുന്നില്ല. And God, who sees this, what is happening to Joseph, did not send an angel to rescue him. കർത്താവ് മൗനമായി അവിടെ നിൽക്കുന്നതാണ് നമുക്ക് കാണുന്നത്. You still see God is silent. കർത്താവ് ജോസഫിന്റെ സമയത്തിലേക്ക് വരുവാൻ ഇനിയും ദൂരമുണ്ട്. And there is much distance so that Joseph would come unto God's time. ഇനിയും വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും ഉണ്ട്. There is years, months, days yet to go for God's time. Hallelujah. 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 Praise ജീവിതത്തിന്റെ പല പടവുകൾ കയറി ഇറങ്ങുന്ന വ്യക്തി ജീവിതമേ, നീ ഇന്നും വിചാരിക്കും എന്തുകൊണ്ട് കർത്താവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല? Dear children of God, every one of you who go through the different timeline of your life, you might think, why God is not performing for me? എന്തുകൊണ്ട് കർത്താവിന്റെ കരച്ചിൽ കാണുന്നില്ല? Why is God not seeing my tears? നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Why? Because God is watching over you. നിന്നെ അവൻ കരങ്ങളിൽ എടുത്തിരിക്കുകയാണ്. He has taken you in his arms. നിന്നെ അവൻ അവന്റെ സമയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. And he is guiding you to his time. അതിനുശേഷം നമുക്കറിയാം സഹോദരന്മാർ 20 വെള്ളിക്കാശിന് ജോസഫിനെ ഇസ്മായിലിയർക്ക് വിൽക്കുന്നതായിട്ട്. And we see that his brothers then sells him for 20 silver coins. മൂന്നായി അന്നേരവും എന്റെ ദൈവം പ്രവർത്തിച്ചില്ല. And the third time God did not perform. സ്വപ്നം കണ്ടവൻ എന്ത് സങ്കടം കാണും. And he might be so crushed in his heart after seeing this അത് vision. തന്നെ അങ്ങ് കണ്ടടങ്ങുവായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് സഹോദരന്മാരോടും പറഞ്ഞു, എല്ലാവരും അറിഞ്ഞ സംഭവമാണ്. If he just saw the vision, that would have been good, but he shared this with his brethren. ജോസഫ് ഒരിക്കലെങ്കിലും ചിന്തിച്ചു കാണാം, നമ്മെ പോലെ കർത്താവേ നീ വാക്കു പറഞ്ഞാൽ വാക്കു മാറുമോ? Sometimes Joseph, just like us, would have thought, Lord, if you say a word, will you change from your word? കർത്താവേ ഞാൻ കേട്ടിട്ടുണ്ട് നീ വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല, നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന്. പക്ഷേ ഇപ്പം എന്തു പറ്റി? God, I have heard that you're a God who keeps his word, but what happened now? കർത്താവ് സ്നേഹത്തോടെ വിളിച്ചിട്ട് പറയും, മക്കളെ എനിക്ക് പ്രവർത്തിപ്പാനുള്ള സമയം നിന്റെ ജീവിതത്തിലായിട്ടില്ല. But lovingly God calls, says that it is not time yet. അതിനുശേഷം നാം കാണുന്നു ഇസ്മായേല് മിസ്രൈമിന്റെ ഫറവോന്റെ ഉദ്യോഗസ്ഥനായ പോത്തിഫറിന് ജോസഫിനെ വിൽക്കുന്നതായിട്ട്. Next you see that he is being sold to the house of Potiphar. ആ സമയത്തെങ്കിലും എന്റെ ദൈവത്തിനൊന്ന് പ്രവർത്തിച്ചുകൂടായിരുന്നു? Why didn't God act upon it then? ചിലരുടെ സങ്കടങ്ങളും ചിലരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, കർത്താവ് എന്താ നീ ഒന്ന് പ്രവർത്തിക്കാത്തെ? Sometimes when you look into people's life, they are sad, they are going through problems, you might even think, why God, why are you not performing for them? Hallelujah. Hallelujah. നമുക്ക് എന്ത് ചോദ്യവും ദൈവസന്നിധി ചോദിക്കാം, എന്റെ കർത്താവ് അതിന് ഉത്തരം നൽകും. Any questions you can ask before God, God will answer you. പോത്തിഫറിന്റെ ഭാര്യയാൽ ജോസഫ് അപമാനിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ പോയപ്പോഴും എന്റെ ദൈവം പ്രവർത്തിച്ചില്ല. Because of Potiphar's wife, when Joseph went into prison, my God did not perform. മറിച്ച് അവിടെ കഷ്ടത കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ We കഴിയുന്നത്. see the anguish of those who are dead increasing. പ്രിയ ദൈവമക്കളെ, ജീവിതത്തില് ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്തു നിന്നിട്ടും എനിക്ക് കഷ്ടത കൂടുന്നെങ്കിൽ ഞാനും നിങ്ങളും ഈ രാത്രിയിൽ ചിന്തിച്ചോണം, ഇതെന്റെ അവസാനത്തിലല്ല, ഇതെന്റെ ആരംഭം മാത്രമാണ്. Dear children of God, if you understand that you are within the confines of the boundary of God and you're still going through problems, ജീവിതത്തിന്റെ കഷ്ടത വർദ്ധിക്കുന്നത് എന്റെ അവസാനത്തിനല്ല, എന്റെ കർത്താവിന്റെ സമയത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിമിഷമാണ്. the anguish in my life is increasing not because this is my end, but it is just my beginning. ഒടുവിൽ ഫറവോന്റെ സ്വപ്നം കണ്ട് വ്യാഖ്യാനിച്ച് ജോസഫ് ഫറവോന്റെ മന്ത്രിയാകുമ്പോൾ അവന്റെ സ്വപ്നം നിവർത്തിയാകുന്നു. Finally, when he reveals what Pharaoh's dream was, he becomes the minister of that land. യഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. There is a time for God Jehovah to come down and do his work. ഈ പൊട്ടക്കിണർ മുതൽ കാരാഗ്രഹം വരെയുള്ള സമയമെന്ന് പറയുന്നത്
യഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയത്തിലേക്ക് ജോസഫിനെ കൂട്ടിക്കൊണ്ടുവരിക. From the time of this empty well until the time he went into the prison, it's the time of God to perform in his life. Hallelujah. 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 ദൈവസന്നിധിയിൽ വരുമ്പോൾ ചിലര് പഠിപ്പിക്കാറുണ്ട് ദൈവമക്കൾക്ക് കഷ്ടതയില്ലെന്ന്. Sometimes when you come to the presence of God, some people teach you there is no distress in the presence of God. ഞാൻ വളരെ ശക്തമായിട്ട് വിളിച്ചു പറയും ദൈവമക്കൾക്ക് കഷ്ടതയുണ്ട്. Let me tell you that you will face distress in your life. കഷ്ടതയിൽ എന്റെ കർത്താവിന്റെ കരം കാണുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ I സ്തുതിക്കുന്നു. praise God for those who see the hand of God through their distress. Hallelujah. 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 ജോസഫിന്റെ ദർശനം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവസാനം വരെ എന്റെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജോസഫിൽ. We know the vision of Joseph. Up to the end of his days, he waited for the Lord. നിരാശപ്പെടേണ്ട അവസരം, തളർന്നു പോകേണ്ട അവസരം എല്ലാം ഇല്ലാതായി. കർത്താവേ, ഇനി ഞാൻ എന്തൊന്നും നിൽക്കുന്നതിന്റെ വ്യക്തി ജീവിതത്തെ നോക്കി ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുക, എന്റെ മക്കളെ നീ എന്റെ സമയത്തിലേക്ക് വാ, ഞാൻ പ്രവർത്തിപ്പാനുള്ള സമയം അടുത്തു. Dear children of God, if you're sad in your life, if you do not know when you would receive answer, submit yourself into the hands of God. He is calling you, come into my time. Hallelujah. Hallelujah. എല്ലാം അവസാനിച്ചെന്ന് തോന്നിയ ഒരു നിമിഷത്തിലാ എന്റെ പൊന്നു തമ്പുരാൻ എന്നെ തൊടാനായത്. At the moment that I thought that everything was lost in my life, my Jesus touched me. കർത്താവേ, ഇനി എന്തു ചെയ്യും, എങ്ങോട്ട് പോകും, ആരെന്നെ ഏറ്റെടുക്കുമെന്ന് ദൈവസന്നിധിയിൽ ചോദിച്ചപ്പോൾ ദൈവം എന്നെ ഏറ്റെടുക്കുവാനിടയായി. Oh Lord, where should I go next? How will I face the world? Who will accept me? My Jesus accepted me at that moment. Hallelujah. Hallelujah. എന്റെ പേര് സിസ്റ്റർ അഞ്ജലി പോൾ. My name is Sister Anjali Paul. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പാസ്റ്റർ പറഞ്ഞ പോലെ തണ്ണിത്തോട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിക്കുന്നത്. I was born in Thanithod in Pathanamthitta. എന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്റർ വിവാഹം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പന്തളത്ത് താമസിക്കുന്നു. I've been married to a pastor in Assemblies of God. We live in Pandalam. എന്റെ പാസ്റ്റർ കർത്താവിന്റെ വേലയിലെ ഇടുക്കിയിലായിരിക്കുന്നു. And he is in Idukki right now. എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാല് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കറുത്ത പുസ്തകം എടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുമെന്നുള്ളത്. I am so happy to be before you this day. I'd never even dreamed that I would catch this black book and stand before you. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എന്റെ പൊന്നു തമ്പുരാൻ നിങ്ങളെ തക്ക സമയത്ത് കണ്ടു വിടുവിച്ചതുപോലെ എന്നെ മുന്നമേ കണ്ടതുകൊണ്ട് അവന്റെ സമയത്ത് എന്നെ വിടുവിക്കാൻ തയ്യാറായി. Well, if you ask me how this happened, my God saw me even before I saw him, and he touched me and brought me here. ഞാൻ 1999 തിരുവനന്തപുരത്തുള്ള DM എന്നറിയപ്പെടുന്ന സന്യാസ സഭയിലേക്ക് കടന്നു പോകുന്നത്. And in 1999 is when I went to the nunnery. എന്നെ കേൾക്കുന്ന മക്കളെ, ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത് എന്റെ സഭ ഇന്നതാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനല്ല, എന്റെ സമൂഹം ഇന്നതാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനല്ല, ആരെങ്കിലും ഒന്ന് താഴ്ത്തി നിർത്തിയിട്ട് നിങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാനുമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I am not standing here to ridicule my faith that I had before or to compare it with yours. That is not the reason why I'm standing here. എനിക്ക് ഉയർത്തി കാണിക്കേണ്ട ഒറ്റ വ്യക്തിയേ There's ഉള്ളൂ. only one thing I need to raise here this evening. ഇന്നും ജീവിക്കുന്ന എന്റെ തമ്പുരാൻ. And it is because he lives even today. ഇന്നും പ്രവർത്തിപ്പാൻ മടിയില്ലാത്ത എന്റെ കർത്താവ്. He is a God who performs even today. നീ എത്ര പാപിയാണെങ്കിലും നിന്റെ മുമ്പിൽ രക്തമൊഴുക്കി നിൽക്കുന്ന എന്റെ കർത്താവ്. No matter how bad a sinner you are, he shed his blood for you. നമ്മൾ പാട്ടിൽ ഇപ്രകാരം പാടും, മായാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. മായാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ എൻ പ്രശംസയേ, എന്റെ ആനന്ദമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ഹല്ലേലൂയ. Amen. Praise ഒരെട്ടു God. വർഷക്കാലം
സന്യാസ വേഷത്തിൽ ഒത്തിരി അഭിമാനിച്ച വ്യക്തിയായിരുന്ന, എന്തോ ആണെന്ന് വിചാരിച്ചിരുന്ന എന്നെ എൻ്റെ തമ്പുരാൻ 0 ആക്കാനിടയായി. For 8 years, I was wearing the nun's uniform. I thought I was somebody in life. That somebody, my God showed me that I'm nothing. ദൈവ സന്നിധിയിൽ കർത്താവ് എന്നെ കൊണ്ടുവന്നപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചു, നിനക്ക് അഭിമാനിക്കാൻ ഒരു വകയുണ്ടെങ്കിൽ ഞാനല്ലാതെ വേറെ ഒന്നുമില്ല. My God taught me one thing, is that if you need to be proud about anything, it is me. ഇന്ന് പല വ്യക്തികളും പലതിലും അഭിമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. Many people take pride in different other things in life. പക്ഷേ ഓരോ വ്യക്തിയുടെയും ജീവിതം എടുത്തു നോക്കിയാൽ നീ മാനിക്കുന്ന അല്ലെങ്കിൽ നീ അഭിമാനം കൊള്ളുന്ന സകലതിനെയും എന്റെ തമ്പുരാൻ തകർത്തുകൊണ്ടിരിക്കുക ഈ ലോകത്തില്. And if you take and look at every people who take pride in other things, my God is destroying that these days. എന്തിനാണെന്ന് അറിയാമോ? എന്റെ ക്രൂശിനെ ചൊല്ലി മാത്രമേ ഒരു വ്യക്തി അഭിമാനിക്കാവൂ. Do you know why? Because you should only take pride in the cross. ആ ഭാഗ്യം 26-ാമത്തെ വയസ്സിലെങ്കിലും എന്റെ തമ്പുരാൻ എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God because at least at the age of 26 I was able to get to this great salvation. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞു സഹോദരങ്ങളെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. When I see the youngsters sitting in front of me, I am so happy. ഒരു പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പെന്തക്കോസ് അനുഭവത്തിൽ ജനിച്ചു വളർന്ന മക്കളായിരിക്കും. Maybe you might have the Pentecostal experience when you were born. അതുകൊണ്ട് സിസ്റ്റർ പറയുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. Maybe the testimony what I say might not be in your life. എന്നാൽ ഇതിനകത്ത് ജനിച്ചു വളരാനുള്ള ഭാഗ്യം കർത്താവ് നിങ്ങൾക്ക് തന്നില്ലേ? But you are so lucky because you were born and brought up in this great faith. അതുകൊണ്ട് പ്രിയ മക്കളെ, 26-ാം വയസ്സിൽ കർത്താവ് എന്നെ വിളിച്ചിറങ്ങിയെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളെ അതിനകത്ത് ജനിപ്പിച്ചെങ്കിൽ എന്റെ ദൈവത്തിന് നിങ്ങൾ ഇരിക്കുന്ന ഓരോ വ്യക്തിയെ കുറിച്ചും വലിയൊരു പദ്ധതിയുണ്ട്. When I was 26, my God touched me. If God had a plan and purpose for me, I believe that each and every single youngster sitting here, God has a plan and purpose for you. അതിനായിട്ട് ദൈവം നിങ്ങളെ ശക്തീകരിക്കുമാറാകട്ടെ, അഭിഷേകം നൽകി കാലഘട്ടത്തിൽ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that may God bless you and anoint you for that these days. നമുക്ക് എല്ലാവർക്കും അറിയാം, സന്യാസ സഭയിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആവാനോ ഒരു പുരോഹിതനാകാനോ ഒരു വ്യക്തി പോകുന്നത് ചെറിയൊരു ഉദ്ദേശത്തോടെ അല്ല, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. And you know that going to a nunnery or becoming a sister, there's no other idea behind it but to do something for the Lord. എന്റെ ഈ മനസ്സിന്റെ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വേണ്ടി ക്രൂശിതനായ എന്റെ യേശുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് There ചെയ്യണം. was only one aim in my life, is that I needed to do something for my Jesus. അതിനു മാത്രമായി സന്യാസ സഭയിൽ പോയി 4 വർഷക്കാലം പഠിച്ചു, സിസ്റ്ററായി ജീവിക്കാൻ തുടങ്ങി. And therefore I went to the nunnery, lived there for 4 years, studied there and lived as a sister. നിങ്ങൾ വിചാരിക്കും ഈ 4 വർഷക്കാലം നിങ്ങളെ എന്തായി പഠിപ്പിക്കുന്നതെന്ന്. And you might think, all these years what are they teaching you? ഞങ്ങളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും, പക്ഷെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാറില്ല. They teach us a lot of things, but what they need to teach us, they don't teach us. കാരണം ഞങ്ങളെ യേശുവിനെയാ വിളിക്കുന്നേ, യേശുവിനോടാ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം ഞങ്ങൾക്കുണ്ട്. Why? Because we might think that it is because we take Jesus in our name, in our prayers, therefore everything is okay. ഒരു കന്യാസ്ത്രീയെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന 3 വ്രതങ്ങളുണ്ട്. അതായത് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. There are 3 mediums that govern a nun, that is poverty, Obedience, chastity and obedience. ഈ 3 വ്രതങ്ങളാ ദൈവവചനത്തെക്കാൾ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. And these 3 governance are more important to us than the word of God. ഈ വചനം പാലിച്ചില്ലെങ്കിലും ഈ 3 വ്രതങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ സന്യാസത്തിൽ നിന്ന് പുറത്താണ്. And even though we do not obey the word of God, if you do not obey these 3 governance, we're out of the nunnery. ഈ വ്രതങ്ങളൊക്കെ പാലിച്ചു ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞങ്ങളെ ഒരു കന്യാസ്ത്രീയാക്കുന്നത്. And they look into our lives if we are following these 3 things, and that is how we become sisters. ഇതൊക്കെ പാലിച്ചു ജീവിക്കുവാൻ കർത്താവ് ഒരു കൃപ തരുവാനായിട്ടിടയായി. And God gave me a grace to obey these. അങ്ങനെ കന്യാസ്ത്രീയായി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും പോയി കരയാനായിട്ട് തുടങ്ങും. Therefore I became a nun and lived like that, but I had chances to cry before the Lord. ഞാൻ പറയും, കർത്താവേ എല്ലാം ഉണ്ടായിരുന്നു, അപ്പൻ വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങളെയും വേണ്ട, ബന്ധുക്കളെയും വേണ്ട, ആരെയും വേണ്ട, നിന്നെ മാത്രം മതിയെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് എന്താ അപ്പച്ച നിന്നെ ഒന്ന് അനുഭവിക്കാൻ സാധിക്കാത്തത്? I say that I threw away my father, my mother, my family, and I came after for you, but why I'm not able to taste you, Lord? ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നേരിട്ട് ഇടപെടുവാൻ തുടങ്ങി. നീ ആരെ അനുഗമിക്കുന്നു?
അനുഗമിക്കാൻ ആ സന്യാസത്തി വന്നേ? And the Spirit of the Lord intervened in my life. Whom did you want to follow? Why did you come here? ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്നെ അനുഗമിക്കാൻ. I said that I want to taste you, O Lord. എന്നിട്ട് നീ ഇന്ന് ആരെയാ അനുഗമിക്കുന്നത്? And who are you following today? സഭയ്ക്കോ സമൂഹത്തിനോ അധികാരിക്കോ ആർക്ക് സേവനം ചെയ്യാനാ നീ ഇറങ്ങി Unto തിരിച്ചിരിക്കുന്നത്? the church, authority, or people? Who are you following today? അന്നേ വരെ ചിന്തിച്ചിട്ടില്ല. അന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ സേവിക്കുന്നതും സേവനം ചെയ്യുന്നതും എന്റെ അധികാരിക്ക് വേണ്ടിയിട്ടാ, എന്റെ കർത്താവിന് വേണ്ടി ഒന്നും അവിടെ ചെയ്യുന്നില്ലെന്ന്. And what I understood that day was that I serve an authority, but I'm not doing anything for God. ഒരു കാര്യം കൂടി കൂടുതൽ ചിന്തിച്ചു. 26 വയസ്സേ ആയിട്ടുള്ളൂ, ഇനി നല്ലൊരു ഭാവി കർത്താവ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് വൃഥാവാക്കി കളയരുത്. എന്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്തേ മതിയാകുള്ളൂ. When another thought that struck me, I'm only 26 years old. There's a great life ahead of me. I still have time to do something for God. എന്നും ദൈവസന്നിധി ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം മാത്രം കിട്ടും, ഇറങ്ങിപ്പോവണം ഇറങ്ങിപ്പോവണമെന്ന്. And when I ask God every day, there's the same message that He tells me, you need to leave, you need to leave. ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോഴേ ഞാൻ പെട്ടെന്ന് പറയും, ഇത് ദൈവം പറയുന്നതല്ല, സാത്താൻ പറയുന്നതാണ്. And at that time, I always say that this is not from God, this is from the devil. കാരണം കർത്താവ് വിളിച്ചുകൊണ്ട് വന്നിട്ട് കർത്താവ് പറയത്തില്ല ഇറങ്ങിപ്പോവാൻ. Why? Because God called me here, He would not tell me to leave. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഇത് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിതമല്ല നീ ഏറ്റെടുത്തിരിക്കുന്നത്. നിന്റെ മനസ്സിന്റെ ഒറ്റ ആഗ്രഹം എനിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളതാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. But the Lord told me and taught me that the life you have accepted is not such that you can do something for me. If you need to do something for me, get out of here. Hallelujah. Hallelujah. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഒരു സന്യാസ വേഷം ഇട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോവാം. സന്യാസ വേഷം ഇട്ട് ആ ദേശത്തെ എല്ലാവർക്കും അറിയാം, തണ്ണിത്തോട് ഇന്ന കുടുംബത്തിലെ ഒരു കൊച്ചു കന്യാസിയായെന്ന് വേഷമിട്ട് 4 വർഷക്കാലം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കർത്താവ് പറയുന്നത് ഇറങ്ങിപ്പോവാൻ. I'm wearing a nun's uniform. Everybody in my village knows me. They know who I am. But if that was not so, it would have been easy in my life. ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഇപ്രകാരം ഒരു വാഗ്ദത്തം തന്നു. When I cried before the Lord, God gave me a word. മോളെ, നീ ഇറങ്ങി വന്നാല് ഇന്ന് വരെ നിന്നെ സ്നേഹിച്ചു കൊണ്ടു നടക്കുന്ന വ്യക്തികള് നിന്നെ കൈവെടിയാൻ ഇടയാകും. പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് നിനക്കുണ്ടെന്ന് നീ ഓർത്തോണം. And the word that God gave me is that, dear child of God, dear daughter, if you leave right now, everyone who loves you will leave you, but there's one person who will love you always, that is me. ഞാൻ പറഞ്ഞു, അപ്പശ ലോകം മുഴുവൻ എന്നെ ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ഉമതിയായ നീ എനിക്കുണ്ടെങ്കിൽ അത് മതി, ഞാൻ ഇറങ്ങാൻ തയ്യാറാണെന്ന്. I said, oh Father, I'm ready to get out for you. If there is you by my side, there is nothing I need to fear. ഞങ്ങൾ സുവിശേഷ വേലയ്ക്കായിട്ട് ചെന്നു. എൻ്റെ മദർ എന്നെ നിർബന്ധിച്ചു, സിസ്റ്റർ ഒരു അധ്യാപികയാകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് അധ്യാപികയാകാനല്ല, എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. And at that place that I was studying at, the mother told me to become a sister, a teacher there. But I said, I did not come here to teach. I came here to do the work of the Lord. അവരൊക്കെ തിന്മയ്ക്കായിട്ട് എന്ന് പറഞ്ഞാല് വേലയ്ക്ക് വേണ്ടി വിളിച്ചോണ്ട് പോയിട്ട് ഇതിനായിട്ട് എന്നെ നിർബന്ധിച്ചെങ്കിലും എൻ്റെ ദൈവം അതെനിക്ക് നന്മയ്ക്കാക്കി മാറ്റി. But even though they called me for this, my God made this a blessing in my life. ഞാൻ 2006 ഒക്ടോബർ മാസം 9-ാം തീയതി എൻ്റെ സന്യസ്ത ജീവിതം അവസാനിപ്പിച്ച് ഇറങ്ങി വരുവാനായിട്ട് On ഇടയായി. October 9th, 2006, I took away, I put down the uniform of a nun. നിങ്ങൾ വിചാരിക്കും പോലെ ഒരു പെന്തിക്കോസ്തുകാരിയാവാനല്ല ഞാൻ ഇറങ്ങി വന്നത്. I did not come out to become a Pentecostal. ഒരു സത്യവും അറിഞ്ഞിട്ടല്ല ഞാൻ ഇറങ്ങി വന്നത്. I did not get out because I knew any truth. ഈ ബൈബിളിലെ ABCD എനിക്ക് അറിയത്തില്ല. I did not know anything in the word of God. പക്ഷെ കർത്താവ് തന്ന ആ വലിയ ചിന്തയനുസരിച്ച് ഇറങ്ങി കത്തോലിക്ക സഭയിൽ തന്നെ വന്നു നിന്നുകൊണ്ട് എന്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാ ഞാൻ വന്നത്. But I got out of that school just into the Catholic background itself, but to do something for the ഞാൻ Lord. ഇറങ്ങി വന്നതിന് ശേഷം പത്തനംതിട്ട ജില്ലയിൽ നിന്നിട്ടാണ് എന്റെ അധികാരികളുടെ അടുത്ത് വിളിച്ചു പറയുന്നത്, അഞ്ജലിയ വിളിക്കുന്നത്, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന്. And after some time coming into the village, that's when I called back and said, I'm not coming back anymore. എന്റെ സമൂഹത്തെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി വേദനയായിരുന്നു. കാരണം ഞങ്ങൾ 35 പേര് സിസ്റ്റേഴ്സ് ആവാൻ വന്നു, 12 പേരെ സിസ്റ്റർ ആയുള്ളൂ, ബാക്കി എല്ലാവരും തിരിച്ചുപോയി. Of the 35 that wanted to become a sister, only 12 became a sister.
everybody else went back. ഈ 12 പേരിലെ ഏറ്റവും വലിയ ആളായിട്ട് എന്നെ കൊണ്ടു നടന്നതൊക്കെ അവരായിരുന്നു. And these people who trained me considered me as one of the great among the 12. ഞാൻ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അഞ്ജലി നീ പോയാൽ ബാക്കി കൊച്ചുങ്ങളുടെ ഒക്കെ ഗതി എന്താകുമെന്ന്. And they told me, Anjali, if you leave, what would be the condition of the rest of the sisters? മാത്രമല്ല എന്നോട് പറഞ്ഞു, നിന്റെ മമ്മിയുടെ ആങ്ങളയുടെ മോൻ ഒരു അച്ഛനും മമ്മിയുടെ അനിയത്തിയുടെ മോൾ ഒരു കന്യാസിയും ഉണ്ടെന്നുള്ള കാര്യമെങ്കിലും നീ ഓർക്കണമെന്ന് At പറഞ്ഞു. least you need to remember that there are several other family members in your family, those who are in this faith. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം ഓർക്കുന്നു, പക്ഷെ എനിക്ക് അവിടെ നിന്നിട്ട് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇറങ്ങി ഇനി തിരിച്ചു വരില്ല എന്ന് But പറഞ്ഞു. what I told them that if I am there, I cannot do anything for my Lord. I came out, so I'm not coming back. അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഫോൺ കട്ട് ചെയ്യുവാനായിട്ടിടയായി. And I kept the phone there. ഞാൻ ഇറങ്ങി വന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കഴിഞ്ഞാൽ ഓർത്ത ഇനി എങ്ങോട്ടാ പോവണ്ടേന്ന്. When I came to Pathanamthitta, then I understood, where should I go? അതിനു മുമ്പ് വരെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചില്ല നീ എവിടെ പോകുമെന്ന്. Up until that moment, the Spirit did not tell me, where will I go? പക്ഷെ എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ കഴിയും, കർത്താവ് വിളിച്ചിറക്കിയാൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. But I know one thing, if God called me out, He will prepare a way for me. ഹല്ലേലൂയ. Hallelujah. ആ കരുതുന്ന ദൈവത്തിന്റെ കരം ഒന്ന് കാണുവാൻ സ്വർഗ്ഗം എന്നെ And അനുവദിച്ചു. God made me see the great condition of God. എന്നോട് പറഞ്ഞു, വിളിച്ചിറക്കിയത് ഞാനാണെങ്കിൽ നിന്നെ ആക്കേണ്ട ഭവനവും എനിക്കറിയാം. God tells me, if I have called you out, I know the house that you need to go എന്റെ to. സ്വന്തം ഭവനം എനിക്കുണ്ടായിരുന്നില്ല കടന്നു ചെല്ലുവാൻ. I did not have an own house to go to. എന്റെ കർത്താവ് ഒരു പെന്തിക്കോസുകാരുടെ ഭവനം എനിക്കായി തുറന്നു. And God prepared a Pentecostal house for me. ഞാൻ എന്റെ ദൈവത്തോട് നേരിട്ട് ചോദിച്ചു, വേറൊരു ഭവനവും കിട്ടാഞ്ഞിട്ടാണോ പെന്തിക്കോസുകാരുടെ വീട്ടിൽ എന്നെ വിടുന്നത്? I asked God, you did not find any other house for me. Why did you send me to a Pentecostal's house? എനിക്കറിയാം പ്രിയ മക്കളെ, നമ്മളായിരിക്കേണ്ട സ്ഥലം നമുക്കറിയത്തില്ലെങ്കിലും കർത്താവിന് അറിയാം നമ്മെ ആക്കേണ്ട Dear സ്ഥലം children of എവിടെയാണ്. God, even though we did not know where we should be, God knows where we should be. ഞാൻ ആ വീട്ടിൽ വിളിച്ചപ്പോൾ സഹോദരി പറഞ്ഞു, മോളെ നീ എന്തിനാ ഭാരപ്പെടുന്നേ, ഞങ്ങൾ ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. The sister says that why are you distressed? We are here, we'll protect you. അത് കേട്ടപ്പോൾ എനിക്കൊരു പ്രത്യേക കാര്യം പിടികിട്ടി. ഞാൻ പറഞ്ഞു, ആന്റി കാര്യം എനിക്ക് മനസ്സിലായി, ഒരു പെന്തിക്കോസുകാരിയാക്കാനാണ് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. And I understand why she said that if you want me to become a Pentecostal, I'm not coming there. എന്നോട് ആ സഹോദരി പറഞ്ഞു, മോളെ നീ എന്തിനാ അങ്ങനെ ഇങ്ങനെയും ചിന്തിക്കുന്നേ, ദൈവം നിന്റെ അടുത്ത് സംസാരിക്കും. Sister, why are you thinking like this? God is going to talk to you directly. അതെന്റെ മനസ്സിനെ തൊട്ടതുകൊണ്ട് എന്റെ ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ ഞാൻ ആ ഭവനത്തെ കടന്നു And ചെന്നു. because that touched my life, I went there so that God can speak to me. ഇന്നും ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ദൈവം എന്റെ അടുത്ത് സംസാരിച്ചത് കൊണ്ടാ. Today I stand before you because God spoke to എന്റെ me. കർത്താവ് എന്നെ വിളിച്ചിറക്കിയത് കൊണ്ടാ. My God called me out. എന്റെ കർത്താവ് എനിക്ക് അഭിഷേകം തന്നത് കൊണ്ടാ. God anointed me. എന്റെ കർത്താവ് എന്നെ തൊട്ടത് കൊണ്ടാ. My God touched me. എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ വലിയവ ചെയ്തത് കൊണ്ടാ ഞാൻ My ഇവിടെ God did നിൽക്കുന്നത്. great things in my life. That's why I am here. ഹല്ലേലൂയ. ഞാൻ Hallelujah. ആ ഭവനത്തിൽ വന്നു. വന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ ആത്മാവ് ഒത്തിരി കാര്യങ്ങൾ എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുവാനായിട്ടിടയായി. I came to the house and the Spirit of the Lord intervened in my life greatly. വന്നതിന് ശേഷം അന്നേ വരെ ബൈബിള് വല്ലപ്പോഴും തുറന്ന് വായിച്ചടച്ചു വെച്ചിരുന്ന എന്നെ അന്നു മുതൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം കയ്യിലെടുപ്പിക്കാനിടയായി. To that day, I've just opened the Bible once or twice, but from that day onward, my Lord made me read from the Word of God. ഈ വചനം കയ്യിലെടുപ്പിക്കാൻ ഇടയാക്കിയതും ദൈവദാസന്മാരുടെ നിരന്തരമായ വരവായിരുന്നു. And it is because the pastors came to that house again and again that I was able to read from the Word of God. എന്നോട് ഒരിക്കലും ഒരു ദൈവദാസൻ വന്ന് ചോദിച്ചു, സിസ്റ്റേ 10 കൽപ്പന അറിയാവോ? And one pastor came up to said, told me, do you know the 10 Commandments? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. I said, yes, I know. പാസ്റ്ററിന് പക്ഷെ ഞാൻ വായിച്ചു കേൾക്കണമായിരുന്നു. But pastor wanted me to read it. എന്റെ വായിന്നൊന്ന് ഞാൻ പറയുന്നത് He കേൾക്കണമായിരുന്നു. just wanted me to say it. എന്നോട് പറഞ്ഞു, എന്നാൽ സിസ്റ്റർ അടുത്തൊന്ന് വായിക്കാൻ പറഞ്ഞു. And sister, can you then please read it? വായിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭാരം അനുഭവപ്പെട്ടു. And I was so sad when he asked me to read it. കാരണം 10 കൽപ്പന ബൈബിളിൽ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. Why? Because I didn't know there were 10 commandments in the Word of God. ഞാൻ 26 വർഷക്കാലം ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. I was a believer in the Catholic background for 26 years. 8 വർഷം അനേകം കൊച്ചുങ്ങളെ പഠിപ്പിച്ച ഒരു കന്യാസിയായിരുന്നു. I was a nun who taught many kids for 8 years. പക്ഷേ ഒരു സത്യ ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട 10 കൽപ്പന ബൈബിളിൽ എവിടെ കിടക്കുന്നെന്ന് പോലും എനിക്ക് But അറിയത്തില്ല. I didn't even know where these 10 commandments a Christian ought to know. എല്ലാം അറിയാമെന്ന് എന്നെ കർത്താവ് 0 ആക്കി. And God made me a 0. നിനക്ക് എല്ലാം അറിയാമായിരിക്കാം, പക്ഷേ ഇതറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണ്. You might know everything, but if you know this, you're ഇത് successful in ജീവിക്കാൻ life. തയ്യാറായാൽ നിന്റെ ജീവിതത്തിന് അനുഗ്രഹമാണ്. If you decide to live, this will be a blessing in your life. അന്ന് ഞാൻ ഈ ബൈബിൾ കരങ്ങളിൽ എടുത്തു. And that day I took this Word
of God. എന്നോട് പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, വേഷം കെട്ടിട്ടേ ഉള്ളൂ, നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് അറിയാമെന്ന് പറഞ്ഞു. And pastor said that don't worry, I just understand that you do not know much. That's okay. എന്നോട് പറഞ്ഞു പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം എടുത്ത് വായിക്കാൻ പറഞ്ഞു. And he showed me the portion from where I need to read from. അന്നേരം എന്റെ മനസ്സിന്റെ ആശ്വാസം, ഇത് വായിച്ച് കേൾപ്പിച്ചാലെങ്കിലും ഈ മനുഷ്യൻ ഇവിടുന്ന് പോയി തരുമല്ലോ, ഇനി സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ എന്നുള്ളതായിരുന്നു. At that time I thought, at least if I read this man will go away, won't trouble me. That's what I thought. പക്ഷേ ഇന്ന് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയാം, നീ ദൈവസന്നിധിയിൽ വരുന്നത് വരെ സ്വസ്ഥത കിട്ടത്തില്ല. But honestly, let me tell you, until the time you come to the presence of God, you will not get peace in your life. ഈ ലോകത്തിൽ എന്തിനൊക്കെ പിറകെ നീ സ്വസ്ഥത തേടി പോയാലും പൊന്നു തമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുമടക്കാതെ ഒരു ജീവിതത്തിനും സ്വസ്ഥത കർത്താവ് തരത്തില്ല. If you go after everything in this world to attain peace, you will not find it unless you go to the feet of Jesus. വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം, You can avoid people. പാസ്റ്റർമാരെ ജീവിതത്തിൽ നിന്ന് You ഒഴിവാക്കാം, can avoid pastors. ഈ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങുന്ന വിശ്വാസികളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. You can avoid the believers that are trying to help you. പക്ഷെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തമ്പുരാൻ നിന്റെ ജീവിതത്തിലുണ്ട്. Hallelujah, but you cannot avoid Jesus who is coming after അവനെ you. തക്ക സമയത്ത് കണ്ടെത്തുന്നത് അതിന്റെ ജീവിതത്തിന്റെ ഭാഗ്യമെന്ന് It is such a പറയുന്നത്. great blessing if you see him in good time. ഹല്ലേലൂയ. Hallelujah. ഞാൻ ആ വചനം വായിക്കുവാനായിട്ടിടയായി. 20-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗ്ഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. Chapter 20 verses 4 says that make no foreign idols and make no idols under the sea, under the earth or under the clouds. ഈ കൽപ്പന വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കൽപ്പന ഉള്ളതായിട്ട്. When I read from this commandment, up to this day I've never seen this commandment. ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല, പഠിച്ച് കാണാതെ വെച്ചിരിക്കുന്ന 10 കൽപ്പന ഓർഡർ ചൊല്ലി നോക്കി. And I tried to understand the 10 commandments that I knew. പക്ഷെ ഈ കൽപ്പന കാണാനില്ല. But I don't see this particular commandment. എവിടെ ഇത് മാറ്റിമറിച്ചു എന്ന് ഞാൻ എഴുതി നോക്കി. And I tried to understand where was this hidden. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, രണ്ടാമത്തെ കൽപ്പന എടുത്തു മാറ്റിയിട്ട് 10-ാമത്തെ കൽപ്പനയായ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്നുള്ള ഒരു കൽപ്പന രണ്ടാക്കി അങ്ങനെ ഒപ്പിച്ചു ചേർത്തിരിക്കുകയാണ്. Except for this one commandment, they have taken another commandment, split that into 2, made it into 10 commandments, and that's what I've been taught. അത് തിരിച്ചറിയാൻ സ്വർഗ്ഗം എനിക്ക് ഭാഗ്യം തന്നു. My God gave me a chance to understand the truth. ആ വചനത്തിലൂടെ കർത്താവ് എന്നെ തൊട്ടു. Through that word of God, my Jesus touched me. എന്നെ തൊട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതുപോലെ പല പൊട്ടത്തരങ്ങളും കാണുമെന്ന്. And when my Jesus touched me, I understood there are many such foolishness in my life. ഇതുപോലെ പല തെറ്റുകളും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് I മനസ്സിലായി. understood that there are many faults that I've done because of this. അടിസ്ഥാന വ്യവസ്ഥയായി 10 കൽപ്പനയെ തിരിച്ചു മറിക്കാമെങ്കിൽ ഇതിന്റെ അപ്പുറമായി എന്തിനെങ്കിലും തിരിച്ചു മറിച്ചിട്ടുണ്ടാവും. The foundation doctrines, if that can be turned around like this, there could be many doctrines that could have been turned around. ദേവദാസൻ എടുത്തു പറഞ്ഞു, പാസ്റ്റ് സംസാരിക്കണ്ട, ഇവിടുത്തെ സഹോദരി പറഞ്ഞത് ദൈവം സംസാരിക്കുമെന്ന, ഇത് ദൈവമക്കളോട് മാത്രമേ ഉള്ളൂ, വിളിച്ചിറക്കി എന്നോടും സംസാരിക്കുവാൻ എന്റെ കർത്താവ് ബാധ്യസ്ഥനാന്ന് പറഞ്ഞു. Pastor, don't talk. I said my God is going to talk to me. It is not just to believers. My God will talk to me as well. നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. God quenches our thirst. നീ അന്വേഷിക്കുമോ? Will you search for him? അന്വേഷിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടോ? Do you have a searchable mind? എന്റെ കർത്താവ് നിന്നെ പഠിപ്പിക്കും. My God will teach you. അവൻ നിനക്ക് കണ്ടെത്തി കൈ കൊണ്ടുതരും. And he will find it and bring it to your hands. ഹല്ലേലൂയ. Hallelujah. അന്നു മുതൽ ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങി. From that day moment, I started crying before God. ഞാൻ ഈ അനുഭവം പിടിച്ചു വാങ്ങിച്ചതല്ല. I did not steal this from him. ഞാൻ ഒന്നും കൊടുത്തു വാങ്ങിച്ചതല്ല. I haven't given anything to receive ഞാൻ this. പണ്ടൊക്കെ വിചാരിക്കുമായിരുന്നു, ഒരു ഗതിയും കിട്ടാഞ്ഞിട്ട് അവർക്ക് സ്വർണ്ണം ഒന്നും ഇടാനില്ലാഞ്ഞിട്ട് ഇതുങ്ങളൊക്കെ ഒരു ജീവിതത്തിന്റെ പിന്നാലെ ഇറങ്ങി പോകുന്നതാണെന്ന്. And because they don't have anything in their lives, they go after life another way. പക്ഷെ ഇതൊരു ഗതിയും കിട്ടാഞ്ഞിട്ട് വന്നതല്ല. But it is not by any other chance. ആരെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി It വന്നതല്ല. is not because someone will give me a job that I got out of for ഒരു this. കുടുംബജീവിതം നയിക്കാനുള്ള കൊതി കൊണ്ടും ഇറങ്ങി വന്നതല്ല. It is not because I wanted to get married. എന്റെ സ്വർഗം സൗജന്യദാനമായി തന്നതായി വിശ്വാസ ജീവിതം. But by grace, my heaven gave this to me. എന്റെ സ്വർഗത്തിന്റെ സൗജന്യദാനം അനുഭവിക്കുവാൻ ഈ പാപിയായ എന്നെ കർത്താവ് കണ്ടതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. praise God so that I could receive this free gift from God. ഹല്ലേലൂയ. Hallelujah. എന്റെ ജീവിതത്തില് ഏത് പാസ്റ്റർമാരെയും ഏത് വിശ്വാസികളെ കണ്ടാലും ഞാൻ ആദ്യം പറയും, ദാ വരുന്നു അമ്മയില്ലാത്ത മക്കള്. And when I see any believers and I see any pastors, I say, oh, here comes a son that does not have a mother. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മയില്ലാത്ത
ഇല്ലാതെ മകൻ ഉണ്ടാകത്തില്ലെന്നും ഈ മകനേക്കാൾ മഹത്വം അമ്മ അർഹിക്കുന്നു എന്നുള്ളതായിരുന്നു എന്റെ വിചാരം. What I thought, that there is no child born without a mother, therefore a mother is greater. സത്യം പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തന്നെ ചോദ്യം ചെയ്തൊരു ചോദ്യമാണ് ഞാൻ And ചോദിക്കുന്നത്. this was the same question that questioned Christianity about Jesus Christ. അമ്മയില്ലാതെ മകൻ ഉണ്ടാകുമോ എന്ന എന്റെ ആ ചോദ്യത്തിന് സ്വർഗ്ഗം ഉത്തരം And നൽകാനിടയായി. God gave me the answer to the question. I said, if there is a mother, if there is a son without a mother. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്നും. Luke 18:27 reads that what is impossible by God, what is impossible by man is possible by God. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് മക്കളെ ഉണ്ടാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നും. And it is also written in the word of God, from these stones shall be the generation of Abraham. അമ്മയില്ലാതെ മക്കൾ ഉണ്ടാകുമെന്ന് ഈ വാക്യം എനിക്ക് ഉറപ്പ് നൽകി. And through this word it gave me assurance that even without a mother there will be children. ആദത്തിന്റെയും ഹവ്വയുടെയും അമ്മ ആരെന്ന് ചിന്തിച്ചാൽ ഈ രണ്ട് പ്രസ്താവനകൾക്കും ഉത്തരമായി. And if you understand and think about who the mother of Adam and Eve was, you can find this answer. നമുക്കറിയാം അമ്മയില്ലാതെ ആദവും ഹവ്വയും ഉണ്ടായത്. We know that Adam and Eve came to be without a mother. ഹവ്വയുടെ ജനനം എന്ന് പറയുന്നത് ഒരു സ്ത്രീയിൽ നിന്നല്ല, പിന്നെയോ ആദം എന്ന ഒരു പുരുഷനിൽ നിന്നാണ്. And the birth of Eve was not from a mother, but it was from a man, that was Adam. ഞാൻ അല്പം ഭേദഗതി വരുത്തി നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാം. Let me ask a question before you. മകനില്ലാതെ അമ്മയുണ്ടാകുമോ? Will there be a son without a mother? നിങ്ങൾ അതിശയമായിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഇത് മാനുഷികമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ഇതിനില്ല എന്ന ഉത്തരം. According to the man and scientifically, the answer is no. കാരണം പ്രസവിച്ച ശേഷമാ ഒരു സ്ത്രീ അമ്മയാകുന്നത്. Why? Because after giving birth is when a lady becomes a mother. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാല് ഒരു സ്ത്രീ ഒരു ആൺ പൈതലിനോ ഒരു പെൺ പൈതലിനോ ജന്മം നൽകിയ ശേഷമേ അവളെ നാം അമ്മ എന്ന് വിളിക്കത്തുള്ളൂ. If a lady gives birth to a son or a daughter, that is the moment when she is being called as mother. അവളെ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ ഈ മക്കളാ കാരണക്കാര്. And if she needs to be called as mother, these children are the reason why. 2000 വർഷം മുമ്പ് അല്ലെങ്കിൽ 2007 വർഷങ്ങൾക്ക് മുമ്പ് മറിയയുടെ മകനായി മണ്ണിൽ അവതരിച്ച യേശുവിന്റെ വാക്ക് തന്നെ നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. And 2000 years ago, if you look at the birth of Jesus through Mary, you can understand one thing. യേശു പറയുന്നു, എന്റെ ദിവസം കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം സന്തോഷിച്ചു, അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു എന്ന്. Because Abraham saw the days that of my days, therefore he was happy in his time. അപ്പോൾ യഹൂദന്മാർ പറയുന്നുണ്ട്, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാത്തെ കണ്ടുവന്നോ? And you see the Son of God, why you haven't reached there yet. എന്റെ യേശു ഒരു കാര്യം പറയുന്നു, മക്കളെ, ഈ അബ്രഹാം ഉണ്ടാകുന്നതിനു മുമ്പേ ഞാൻ ഉണ്ട്. My God says one thing, even before Abraham came to be, I was there. Hallelujah. 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 അബ്രഹാമിൽ തുടങ്ങി 42-ാം തലമുറക്കാരനായിട്ടാ എന്റെ ക്രിസ്തുവിന്റെ ജനനം. And it was the 42nd generation after Abraham when Jesus Christ came to be. അങ്ങനെയെങ്കിൽ യേശുവിന്റെ അമ്മയായ മറിയം അബ്രഹാമിൽ തുടങ്ങി 41-ാം തലമുറക്കാരിയാണ്. And if that is so, the mother of Jesus, Mary, is the 41st ഈ generation. മറിയം ജനിക്കുന്നതിന് 41 തലമുറയ്ക്ക് മുമ്പേ ഞാൻ ഉണ്ടെന്ന എന്റെ സ്വർഗീയ പിതാവ് വിളിച്ചു My പറയുന്നത്. God says that I was there even before this 41 generation. അതുകൊണ്ട് എനിക്കൊരു കാര്യം വളരെ വ്യക്തമായി, മകനല്ല മഹത്വം അർഹിക്കുന്നത്, എന്റെ മഹത്വത്തിനും സ്തുതിക്കും പുകഴ്ചയ്ക്കും ആരാധനക്കും യോഗ്യൻ എന്റെ യേശു മാത്രമാണ്. Therefore I understood one thing in my life is that all honor and glory does not belong to the mother but to the Son. വചനം എന്നെ സത്യം പഠിപ്പിച്ചതുകൊണ്ട്, The word of the Lord taught me the truth. ഈ വചനം എന്റെ സംശയം നീക്കി തന്നതുകൊണ്ട്, The word of the Lord turned away my ഈ doubts. സത്യദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യവും എനിക്ക് കർത്താവ് തന്നു. God gave me the great salvation to worship the living God. ഈ ലോകത്തില് ദൈവവിശ്വാസികളായി എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Dear believers in front of me, I praise God for you. നിങ്ങൾ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. I praise God for the decisions you have taken in your life. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ സ്തുതിക്കും എന്റെ ആരാധനയ്ക്കും എന്റെ സകല പുകഴ്ചയ്ക്കും അർഹന യേശു മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആരാധന മറ്റൊരു മനുഷ്യ വ്യക്തിക്കും കൊടുക്കാതെ ദൈവത്തിന് മാത്രം കൊടുക്കുന്ന നിങ്ങളുടെ തീരുമാനത്തെ
അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Why? Because I praise and commend you on the decision that you have made, that in your worship there is only one person that deserves all honor, glory and praise. That is Jesus Christ. Hallelujah. 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 ഇന്ന് സഭയിലെ പൊതുവായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൗരോഹിത്യമാ. പലപ്പോഴും ഇതിൽ നിന്ന് ഇറങ്ങി വരുവാനായിട്ട് ഒരു പക്ഷെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർക്ക് സാധിക്കത്തില്ല. ഞാൻ സഭയിലായിരുന്നെങ്കിലും ഏതു തരത്തിലുള്ള ഒരു പൗരോഹിത്യത്തിന് കീഴിലാണ് ഞാനെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. And even though I was born and brought up in a church environment, I did not understand what leadership was governing me. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പൗരോഹിത്യം ഉണ്ടെങ്കിലും ഞാൻ ഇതിൽ രണ്ടും പ്രകാരമല്ലായിരുന്നു. And I was not between the two, even though it has been mentioned in Old Testament and the New Testament. കാരണം പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമായ ലേവി ഗോത്രത്തിനായിരുന്നു പൗരോഹിത്യം കൊടുത്തിരുന്നത്. And the priesthood was given to one of the tribes of Israel. അതിലെ ആദ്യ പുരോഹിതൻ അഹ്റോൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. And the first priest among them was Aaron. ദൈവം അഹ്റോനും മക്കൾക്കും നിയമം കൊടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. അഭിഷേക തൈലം തലയിൽ വീഴുന്ന മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറുകയോ മുടി പിച്ചു ചീന്തുകയോ അരുതെന്ന്. And the great high priest that gets the anointing cannot cut down his hair or tear his clothes off. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് ചെയ്താൽ അവരുടെ ഈ വലിയ കൃപ നഷ്ടമാകുമെന്ന് ലേവ്യ പുസ്തകം 10-ാം അധ്യായം 6-ലും 21-ാം അധ്യായം 10-ലും വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. And in the book of Leviticus it said that if such a person does so, his grace will be taken away from him. എന്നാൽ യേശുവിന്റെ കാലത്ത് മഹാപുരോഹിതനായ കയ്യാഫ യേശു താൻ ദൈവപുത്രനാണെന്നുള്ള തന്റെ വെളിപ്പെടുത്തലിന്റെ മുമ്പിൽ തന്റെ പൗരോഹിത്യ അങ്കി വലിച്ചു കീറിയതോടെ പഴയ നിയമ പൗരോഹിത്യത്തിന് തിരശ്ശീല വീണു. But when the high priest Caiaphas learned that he was the son of God, he tore his clothes, and the priestlyhood from the Old Testament ended at that time. അങ്ങനെ യേശു രാജാവും പുരോഹിതനുമായ മൽക്കീസദേക്കിൻ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി വാഴുകയാണ്. And therefore now Jesus Christ reigns forever and ever and ever in the order of Melchizedek. അതിനാലാണ് എബ്രായ ലേഖനം 7-ാം അധ്യായം 26-ാം വചനം പറയുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. And this is why in Hebrews we read, this is such a high priest that we need. എങ്ങനെയാണെന്ന് അറിയാമോ? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗ്ഗത്തേക്കാൾ ഉന്നതൻ. Why? What type of a high priest what we need? Who is high up into the heavens, who is clean, who is without blemish, who is pure in heart. ബാക്കി വചനം പറയുന്നു, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യ സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അതവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുവല്ലോ. And it is not that once a year he goes in for the remission of the sins of the people, but he himself bore the sins of every mankind in his own body and became the sacrifice himself. ഇവിടെ വചനം പറഞ്ഞു വെക്കുന്നത് ഇനിയും ഇവിടെ ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. And the word of the Lord says there is no need for another high priest here. ഒരു പുരോഹിതനും ഇനി ജനത്തിന്റെ പാപത്തിനു വേണ്ടി പരിഹാരം അല്ലെങ്കിൽ ബലി അർപ്പിക്കേണ്ട ആവശ്യം ഇല്ല. Another high priest does not need to go for the remission of the sins of his people. കാരണം എന്റെ യേശു അത് ഒരിക്കലായി ചെയ്തു തീർത്തു. But for one and for all my Jesus Christ sacrificed himself. ഇന്ന് പല പുരോഹിതന്മാരും അർപ്പിക്കപ്പെടാൻ പോകുന്ന ബലിയായിട്ടാ തിരുബലി അർപ്പിക്കുന്നത്. And we see about a great sacrifice that many high priests do these days. വചനം പറയുന്നു ഇനി മനുഷ്യനിൽ നിന്ന് ഒരു മഹാപുരോഹിതനും ഇല്ല. But the word of the Lord says that from man there will not be any high priest. മറിച്ച് യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന സകലരുടെയും പാപം മോചിച്ചുകൊണ്ട് അവരെ ഒരു രാജകീയ പുരോഹിത വർഗമാക്കുന്നുവെന്ന വചനം പറഞ്ഞു And the വെക്കുന്നത്. word of the Lord, he has made him a priestlyhood, a kingship in heaven, and that's what Jesus Christ died for the cross for us for. യേശുവിന്റെ രക്തത്താൽ പാപം മോചിക്കപ്പെട്ട സകല വ്യക്തികളെയും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരെന്നാണ് വിളിക്കുന്നത്. According to the foundation of the New Testament, if you are washed with the holy blood of Jesus Christ, you are being called as high priests in heaven. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ല് വീണ്ടെടുക്കപ്പെട്ട സഭയെയും 20-ാം അധ്യായം 6-ല് തന്റെ വരവിൽ ചേർക്കപ്പെട്ട സഭയെയും മുഴുവനായി പുരോഹിതന്മാരെന്ന് വിളിക്കുന്നത്. And that is why in Revelation we see the great church and the great believers who has been washed by his blood has been called as high priests.
ഇന്ന് വസ്ത്രമിട്ട് നടക്കുന്നവനല്ല പുരോഹിതൻ. And those who wear something is not a high priest these days. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, I am not blaming anyone. ഞാൻ ആരെയും താഴ്ത്തി കെട്ടുകയല്ല. I am not bringing down anyone. ഒരു കാര്യം എനിക്ക് വ്യക്തമാ, യാഥാർത്ഥ്യം അറിഞ്ഞാൽ ഈ മനുഷ്യ വ്യക്തികളൊന്നും അവിടെ നിൽക്കത്തില്ല. I know one thing, that none of these people will stand there. നരകത്തിൽ ഞങ്ങൾ പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും നിൽക്കുമോ അതിൽ? പിന്നെ If you understand that you will go to hell, will you stand in that position? ഈ യാഥാർത്ഥ്യം ബോധ്യമായാൽ അവരൊക്കെയും ഇന്ന് ഇറങ്ങി വരുവാനായിട്ടിടയാകും. If you understand this great truth, you will come out of ഈ ഒരു it. പൗരോഹിത്യ പദവി വേണമെങ്കിൽ എന്റെ യേശു പറയുന്നത് നീ ഒരു യൂണിവേഴ്സിറ്റിയിലും പോണ്ട. And if you need this priesthood, you don't need to go to any universities. നീ 10-14 വർഷമൊന്നും പോയി പഠിക്കണ്ട. You don't need to study 11 and 14 years. പിന്നെയോ അവൻ അർപ്പിച്ച ഏകയാഗത്തില് ഒന്ന് വിശ്വസിക്കുകയും അവൻ മാത്രമാണ് കുറ്റമില്ലാത്ത മഹാപുരോഹിതനെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ ഇന്നൊരു രാജകീയ പുരോഹിത വർഗമാണ്. Yet just believe in one who is without blemish. Just believe him and accept him as your Lord and Savior Jesus Christ. Then you would be priestly hoods in heaven. ഹല്ലേലൂയ. Hallelujah. രാജകീയ പുരോഹിത വർഗമാക്കി ഈ ലോകത്തിൽ നമ്മെ തീർത്ത കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് കർത്താവിനെ ഒന്ന് Let's സ്തുതിക്കാം. praise God because he made us a priestly hood in heaven. എന്റെ ഒരു സംശയം കൂടെ കർത്താവ് തീർത്തു തന്നു. അത് മാത്രമല്ല ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഇന്ന് നിലനിൽക്കുന്ന ഒരു സംശയം അതും കൂടി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പിന്മാറിക്കൊള്ളാം. And there was one more doubt that my Lord cleared in my life. Let me explain that to you and finish this. ഞാൻ എപ്പോഴും ചിന്തിക്കും, പെന്തക്കോസ്തുകാർ കൊണ്ട് ഡെഡ് ബോഡി അടക്കി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുന്ന സ്വഭാവമില്ല. Many times I think Pentecostals, if you bury the dead, they don't even look back. ഇത്ര ക്രൂരരാണോ ഈ മനുഷ്യർ? Are these people so cruel? അപ്പനോട് അമ്മയോട് അല്പം പോലും സ്നേഹമില്ലാത്ത ജാതികള്. Don't they even love their parents? കാരണം ഒരു മരണാനന്തര ജീവിതത്തെ കുറിച്ച് പലപ്പോഴും എനിക്ക് അറിയത്തില്ലായിരുന്നു. Many times I did not know about this life after death or that ഞാൻ incident. വചനം മുഴുവൻ വായിച്ചു നോക്കി ഒരു ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ Is എന്ന്. there a place of purity? I read the entire Bible to find it. എന്നാൽ ബൈബിൾ മുഴുവൻ വായിച്ചപ്പോൾ അതിൽ ഒരിടത്തും ഇതിനെ കുറിച്ച് യേശു പഠിപ്പിക്കുകയോ യേശു കൽപ്പിക്കുകയോ ശിഷ്യന്മാർ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമായി. I understood that Jesus or his disciples has not taught about any of this in the word പിന്നെ of ഞാൻ God. ദൈവസന്നിധിയിൽ ചിന്തിച്ചു, പിന്നെ ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ ശുദ്ധീകരണ സ്ഥലം? Then I was thinking, where was this purification place that we got from? ഹല്ലേലൂയ. Hallelujah. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇത്രയും ബുദ്ധിമാന്മാരായി ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ? And I told God, brilliant people like us, will there be a mistake for us? എന്റെ കർത്താവ് പറഞ്ഞു, ഇതു ഞാൻ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി And I've കൊടുത്തിരിക്കുന്നു. seen that I've kept this from great wise men. I have made it revealed to young babes. ഇത് മനസ്സിലാക്കാൻ എന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ I സ്തുതിച്ചാട്ടെ. praise God for this great glorious salvation. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വചനം പറയുന്നു, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലത്തിന്റെ അന്ത്യത്തിൽ നിന്റെ ഓഹരിക്കായി നീ എഴുന്നേൽക്കും. Daniel chapter 12 says that go and take rest at the end of age, it will come up. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22-23 വാക്യം വായിക്കുമ്പോൾ പാവപ്പെട്ടവൻ മരിച്ചു, അവൻ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി, ധനവാനും മരിച്ചു, അവൻ പാതാളത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്ന് നാം In വായിക്കുന്നു. the book of Luke, you read that a poor man died. He went up to heaven, sitting right next to Abraham, on the lap of Abraham. A rich man died. He went to hell. ഈ വാക്യത്തിൽ പറയുന്നത് വിശുദ്ധന്മാർ വിശ്രമ സ്ഥലത്തും ദുഷ്ടന്മാർ പാതാളത്തിലേക്കും പോകുന്നു എന്നത്രേ. Believers go to heaven. Those who do not believe will go to hell. ഇതല്ലാതെ ഇതിന് രണ്ടും ഇടയ്ക്ക് വേറൊരു സ്ഥലം ഇല്ലെന്ന് എനിക്ക് വ്യക്തമായി. I understood there is no place in between. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10 പറയുന്നുണ്ട്, ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും മോശമാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന്. In 2 Corinthians 5:10 it says that when you are in your body, whether you do something good, whether you do something bad, there will be one day that you will be judged before God. മരണശേഷം ചെയ്യുന്ന ഒരു ക്രിയം കൊണ്ടുമല്ല, പിന്നെയോ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നതനുസരിച്ചാണ് സ്വർഗവും നരകവും നമുക്ക് ലഭിക്കുന്നത്. There is a decision between heaven and hell according to when you are in your body, not after you are dead. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. In Hebrews it says that God has placed a death upon man, and after death comes judgment. മരണശേഷം ദുഷ്ടന്മാർക്ക് ന്യായവിധിയും വിശുദ്ധന്മാർക്ക് പ്രതിഫല വിഭജനവും മാത്രം
മാത്രമേ ഉള്ളൂ. After death, those who are in Christ will go up to heaven. Those who are wicked will go to hell. That is the only two places we read. ഈ ലോകത്തിൽ എങ്ങനെയും ജീവിച്ചിട്ട് ചില കൂദാശകൾ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യം കർത്താവ് എനിക്ക് തിരുത്തി തന്നു. My God corrected me that just because I'm on this earth and do certain things will not be okay up in heaven. ഒറ്റ കാര്യമേ ഉള്ളൂ, അങ്ങനെ ചെയ്താൽ കൊല വെട്ടിയ വാഴയ്ക്ക് വളമിടുന്നതിന് തുല്യമെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. It is just like breaking a banana tree and then putting some manure. അതുകൊണ്ട് കഴിഞ്ഞ വർഷം എന്റെ മമ്മിയുടെ കല്ലറയിൽ തിരികെത്തിക്കാൻ എന്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. And therefore I did not go back to the cemetery of my mother to light a lamp. ഞങ്ങൾ പോവാത്ത കാരണം കുടുംബത്തിൽ നിന്നും കർത്താവ് ആരെയും വിട്ടില്ല. And therefore since we didn't go, nobody from the family went either. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. എപ്പോഴും രക്ഷയും സ്നാനവും എനിക്ക് മറവായിരുന്നു. ഞാൻ വിചാരിച്ചു കർത്താവേ 26 വർഷക്കാലം അതിനകത്ത് ജീവിച്ചിട്ട് ഞാൻ നിന്നെ അല്ലയോ വിളിച്ചേ, നീയാ എന്റെ രക്ഷകൻ, നീ അതങ്ങ് സോൾവ് ചെയ്യണം. സ്നാനം എനിക്ക് വയ്യ, ഒന്നും മുങ്ങിയതാ, ഇനി രണ്ടാമത് പോയി ഒന്നും കൂടെ മുങ്ങിയിട്ട് മനുഷ്യൻ മുഴുവനും എന്നെ അറിയും, അതുകൊണ്ട് ഞാനത് ചെയ്യാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. Many times salvation and baptism was not clear to me. I asked God, Lord, I already took baptism. Many people know me, I don't want to do it again. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പോസ്തല പ്രവൃത്തികളിൽ രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന്. But in the Acts of the Apostles is read that many people who believed in Christ were added to the church. ഈ 21-ാം നൂറ്റാണ്ടിലും രക്ഷ പ്രാപിക്കുന്നവരെ മാത്രമേ കർത്താവ് തന്റെ സഭയോട് ചേർക്കുകയുള്ളൂ. Even in this 21st century, those who believe in Christ are the only people who will be added to the church of God. അത് നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും, പ്രധാനമന്ത്രി ആയാലും, പോപ്പായാലും, ധ്യാനഗുരുവായാലും, കന്യാസിയാണെന്ന് പറഞ്ഞാലും, എന്റെ സ്വർഗീയ പിതാവ് പറയുക, നീ രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ സ്വർഗീയ സഭയിലെ അംഗമാകത്തുള്ളൂ. Whether it be a priest, politician, nun or pope, it doesn't matter who you are. If you are believe in Christ, if you accept him, and only then can you be accepted into the church of God. Hallelujah. 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 സ്നാനം മറവായിരുന്ന എന്നോട് എന്റെ തമ്പുരാൻ പറഞ്ഞു, നീ സ്നാനം ഏൽക്കുന്നത് എന്നോട് ചേരാനാ. And my Jesus taught me that if you take baptism, it's so that you can be one in me. വചനം പറയുന്നു ക്രിസ്തേശുവിനോട് ചേരുന്ന സ്നാനം. It is the baptism so that you can go with Christ. കുഞ്ഞുനാളിൽ എന്നെ സ്നാനപ്പെടുത്തിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. I have heard that I was being baptized as a small child. എന്റെ വല്ലപ്പച്ചനോ വല്ലമ്മച്ചോ എനിക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. My parents they said the testimony of faith for me. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, വിശ്വസിച്ച് സ്നാനം ഏൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷിക്കപ്പെടും. And Mark 16:16 says that if you believe and if you take baptism, you will be saved. If not, you will be condemned. എനിക്കൊരു സ്നാനം ആവശ്യമെന്ന് എനിക്ക് ബോധ്യമായി. I understood I needed a baptism in my life. ഞാൻ സ്നാനമേറ്റതൊരു സംഘടനയോട് ചേരാനല്ല. I did not take baptism so that I can go with an organization. ഞാൻ സ്നാനമേറ്റതൊരു സഭയോട് ചേരാനല്ല. I did not take baptism to join with a church. ഞാൻ സ്നാനമേറ്റെങ്കിൽ എന്റെ യേശുവിനോട് ചേരാനാ. I took baptism so I can be one with my Jesus. അതും എനിക്ക് 2007 ജനുവരി മാസം 7-ാം തീയതി സ്വർഗ്ഗം സൗജന്യദാനമായി തന്നു. January 7th, 2007, my God gave that gift to me freely. വിളിച്ചിറക്കി കർത്താവ് തന്ന ഈ വലിയ സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ I സ്തുതിക്കുന്നു. praise God for this great privilege He gave me. ഇതിനൊക്കെ എനിക്ക് എന്തോ യോഗ്യത എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകും. What qualifications I have for these? ആ പത്തനംതിട്ട ജില്ലയിൽ കിടന്ന എന്നെ ഇവിടെ കൊണ്ടു നിങ്ങളുടെ മുമ്പിൽ നിർത്തണമെന്ന് എങ്കിൽ എന്റെ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. If God can bring me who was in Pathanamthitta right in front of you, God has a plan and purpose in your life. നിങ്ങളിൽ പലരെയും എന്റെ ദൈവം കണ്ടിട്ടുണ്ട്. God has seen many, each and every one of you. അവന്റെ സമയത്തിലേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക. God is bringing you to His time. എന്റെ കർത്താവിന്റെ സമയത്തിൽ നിന്റെ ജീവിതം വിട്ടുകൊടുത്താൽ ഈ സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. If you let go your life unto His hands according to His time, He will work in your life. മനുഷ്യനെ കബളിപ്പിച്ച് ഒരു പരിധി വരെ ജീവിക്കാം. And you can cheat men for an age. പക്ഷേ ദൈവത്തെ കബളിപ്പിച്ച് നിനക്ക് എല്ലാ കാലത്തും ജീവിക്കാൻ പറ്റില്ല. But you cannot cheat God and live at all times. ഹല്ലേലൂയ. Hallelujah. ഈ സത്യം അറിഞ്ഞിട്ടും പള്ളി പാരമ്പര്യം വിടാത്ത ചില വ്യക്തികളുണ്ട്. There are many people who know these truths but does not leave the old traditions. അവർക്ക് നിൽക്കുന്നത് മാനവും സ്ഥാനവും ഒക്കെയാ. What they need is prestige. എന്നാൽ അതിനെക്കുറിച്ച് വചനം പറയുന്നുണ്ട്, യേശുവിന്റെ വാക്ക് വിശ്വസിച്ചവർ അവനെ പരസ്യമായി ഏറ്റു പറഞ്ഞില്ല. And even though you believe in the name of Jesus, you have not
told about him publicly. കാരണം പള്ളി ഭ്രഷ്ടരാക്കുമെന്ന് അവർ ഭയപ്പെട്ടു. Why? Because they thought that they'll be ridiculed. അവരെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചുവെന്ന്. And they loved what they would be thought of by men more than what they would be thought of by God. പ്രിയമുള്ള ദൈവമക്കളെ, മനുഷ്യൻ മാനിക്കുന്നതല്ല എൻ്റെ സ്വർഗ്ഗസ്ഥ പിതാവ് മാനിക്കുന്നതാ ശ്രേഷ്ഠം. It is not what man honor, it is what God honors that is important in our lives. മാനിക്കുന്നതാണ് വലുതെന്ന് കരുതി മൂഢാചാരങ്ങളോട് യാത്ര പറഞ്ഞ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യവസ്ഥ പ്രകാരമുള്ള ഒരു ജീവിതത്തിന് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ എൻ്റെ ദൈവം വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. Submit your life so that you can have honor by God, you can be honored by God and not by man. God will surely bless you. ലോകം പഴിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. The world might look at you and laugh. ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ അധികാരി പറഞ്ഞു, നീ പൊക്കോ, നിനക്ക് ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. My teachers told me that you can go but you will not find peace. ലോകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ആശംസയായത്. And this is the great thing that the world can give നമ്മുടെ you. കൂട്ടു സഹോദരങ്ങൾ തരുന്ന ഏറ്റവും വലിയ ഗ്രീറ്റിംഗ്സ് ആയത്. Your friends will give you the greatest greeting, that is this. പക്ഷേ ക്രിസ്തുവിനെ കണ്ട ഞാൻ പറഞ്ഞു, But whom I saw Christ and I said like this. മദറെ, ഒത്തിരി പേർ ഇറങ്ങി പോയിട്ടുണ്ട് സഭയിൽ നിന്ന്. Mother, many people left from the church. അത് പലരുടെയും കൂട്ടത്തിലാ. They have been with some other people. പക്ഷെ ഞാൻ ഇറങ്ങിയെങ്കിൽ ഇറങ്ങിയവന്റെ പിറകെ ഇറങ്ങിയത്. But if I got out, I'm after the person whom I got out for. അതുകൊണ്ട് എനിക്ക് ഗതി വരുത്തുന്നത് ലോകമല്ല. Therefore my end is not determined by the world. എന്നെ നിയന്ത്രിക്കുന്നത് നിങ്ങളല്ല. You do not control me. എന്നെ വിളിച്ചിറക്കി കർത്താവിന്റെ ഉപനിധിയാ. And it is my decision of my Jesus. എന്നെ വിളിച്ചിറക്കി കർത്താവിന്റെ പാറയാ. It is my rock, my salvation. അവൻ എന്നെ വിളിച്ചിറക്കിയിൽ എന്റെ കരത്തി പിടിച്ചിട്ടുണ്ട്. And if he has made me gotten out, he has he's holding me on my hand. അവസാനം വരെ എന്റെ കർത്താവ് എന്നെ To കൊണ്ടെത്തിക്കും. the end he will make me walk. ഒരു വർഷമേ ആയിട്ടുള്ളൂ ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട്. I've only come to this great faith for 1 year. എന്റെ തമ്പുരാൻ കരുതുന്നവനെന്ന് എന്നെ പഠിപ്പിച്ചു. My Lord taught me that he prepares for me. എന്റെ ദൈവം എന്റെ സൗഖ്യദായകനെന്ന് എന്നെ പഠിപ്പിച്ചു. He told me that he is there everything for me. ലോകം മുഴുവൻ പ്രതികൂലമായാലും തമ്പുരാൻ അനുകൂലമെന്ന് എന്നെ പഠിപ്പിച്ചു. When the entire world is against me, my God is for me. ലോകം മുഴുവനും തള്ളിയാലും എന്റെ യേശു എനിക്കുണ്ടെന്നുള്ളത് എന്നെ പഠിപ്പിച്ചു. When the entire world hurts me, my God will save me. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവമക്കളെ, ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് ഞാൻ ഇറങ്ങിയതിനു ശേഷം ഒത്തിരി എന്റെ സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും ഒക്കെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ഇടയായി. The children of God, after coming to this faith, many people were contacted regarding me. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയപ്പോൾ അച്ഛനെന്നില്ല മെത്രാനെന്നില്ല ആരെ വിളിക്കണമെങ്കിലും വിളിക്കാം. And with the anointing that I got from the Holy Spirit, I did not care whom I needed to call. I called everyone. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വലിയ കൃപയാ. The great anointing of the Holy Spirit is ഇത് so great. സ്നാനപ്പെടുന്നതിന് മുമ്പേ സ്വർഗ്ഗം എനിക്ക് തരുവാനായിട്ട് ഇടയായി. Before I became baptized, my God gave this to me. ഞാൻ വിളിച്ചപ്പോഴേ പല അച്ഛന്മാരും സിസ്റ്റേഴ്സും എൻ്റെ അടുത്ത് പറഞ്ഞു, അഞ്ജലി, നിന്നെ കാട്ടി മുന്നേ ഞങ്ങൾക്ക് ഈ സത്യം അറിയാം. Many priests, many sisters said that, Anjali, before you know, we know this truth. പക്ഷെ നിന്നെ പോലെ ആത്മധൈര്യം ഒന്നും ഞങ്ങൾക്കില്ല. But I was not as brave as you are. മാത്രമല്ല എല്ലാം തന്ന് നമ്മളെ സന്യാസത്തിൽ വിട്ടേച്ചിട്ട് ഇറങ്ങി വന്ന ആര് നമ്മളെ ഏറ്റെടുക്കും? And after going through all this, if we leave all this, who is going to accept ഇന്ന് us? ഞങ്ങളെ പോലുള്ള സഹോദരങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചിന്താവിഷയം ഇതാ. It is the greatest question that is in front of all these people. കാരണം അവരൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അപ്പനും അമ്മയും മരിച്ചു കാണും, ഇല്ലെങ്കിലും ആരും സ്വീകരിക്കത്തില്ല. And even though the father and mother is not dead, even if you come out of this place, they might think, who will accept us? ഒന്നും നോക്കാതും ചിന്തിക്കാതും ഇറങ്ങിയത് കൊണ്ട് സ്വർഗം എനിക്ക് വേണ്ടി കരുതി. Because I did not think or plan about anything, my God in heaven prepared things for me. ഇറങ്ങി കർത്താവിന്റെ കരത്തിലേക്ക് ചാടുവാൻ ഭാഗ്യം തന്നു. And God helped me to jump into his arms. അതുകൊണ്ട് ഞാൻ ഉറപ്പോടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, എനിക്ക് വേണ്ടി കരുതി ഒരു തമ്പുരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടും കരുതുമെന്ന്. Therefore I said, don't be sad. If God has prepared for me, he will prepare for you. ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിനെ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുവാനായിട്ട് ഇടയായി. And there was a conference of great priests and great sisters. 30ഓളം അച്ഛന്മാരും സിസ്റ്റേഴ്സും ആ കോൺഫറൻസിൽ There പങ്കെടുത്തു. was about 30 people there attending that conference. പണ്ടൊക്കെ ഒരു കന്യാസ്ത്രീയോ പുരോഹിതനോ ഈ അനുഭവത്തിൽ വരിക എന്ന് കേൾക്കുക പോലും അസാധ്യമായ കാലമായിരുന്നു. And back in those days, a person of this faith coming into a Pentecostal faith is not even been heard of. ഇന്ന് 1000-2000 പേരാ ഓരോ മാസത്തിൽ സ്നാനപ്പെടുന്നത്. And now you see thousands and 2,000s of people being baptized before God. കർത്താവിന്റെ സമയമായി ഇത്. It is the time of my Jesus. എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം, എന്റെ കർത്താവിന്റെ സമയം അടുത്തു. I know one thing, my time, my Jesus' time is close ഈ by. ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ തന്നെങ്കിൽ ഇതുപോലെ അനേകരെ പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ളതാ. If you have an experience such as that in your life, you need to rise up other people. വിളിയും ദൗത്യവും മറന്ന് ജീവിക്കരുത്. And don't think that you don't have responsibilities in your life.
life. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് ഫലം കാണുന്നില്ലെന്ന്. You might think that what you have done, you don't see the fruits. ഞങ്ങൾ പോയി സുവിശേഷം പറഞ്ഞിട്ട് ആരും വിടുവിക്കപ്പെടുന്നില്ല. You have shared the gospel, nobody came to faith. നീ ചെയ്യേണ്ടത് ചെയ്തോ, കർത്താവ് തക്ക സമയത്ത് വിടുവിച്ചോളൂ. Do what you have to do, God will provide for you. കർത്താവ് തക്ക സമയത്ത് ചെയ്തോളൂ. At due time, He will perform for you. അപ്പോൾ ഇറങ്ങി വരുന്ന ഈ സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും ഒക്കെ കെയർ ചെയ്യുവാനായിട്ട് ഞങ്ങളൊരു കെയർ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകമായിട്ട് അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിൽക്കുന്ന അനേക സിസ്റ്റേഴ്സിന് ഇറങ്ങി വരുവാൻ ആഗ്രഹമുണ്ട്. അവർക്ക് ആത്മധൈര്യം കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ അവരെയും കൂടി ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. There's a care unit that we have started for priests and other sisters who wants to come out for this faith, and please do pray for the organization and pray for our ministry. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിന്ന് ഇത്രത്തോളം സാവകാശം തന്ന് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിനും പ്രിയ ബഹുമാനപ്പെട്ട പാസ്റ്ററിനും സഭാമക്കൾക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. I thank God, pastor and every believers who gave me this time to share from my testimony. ഞാൻ ഫിലാഡൽഫിയയില് ബ്രദർ കുഞ്ഞുമോൻ ഷാന്റെയും ഫാമിലിയുടെയും ഒപ്പം താമസിക്കുന്നു. I live with brother Kunjumon and family in Philadelphia. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യഹോവയുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless you.